ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടെ 2 ഇൻവിസിബിൾ സിബും. ആദ്യം തന്നെ നമ്മൾ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് കൊടുക്കണം. ഞാനിവിടെ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്ക് പോർഷനേക്കാൾ 1 ഇഞ്ച് ഷോൾഡറിൽ വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ. കാരണം ഫ്രണ്ടിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാൻ. നമ്മളെ ടോപ്പിൻ്റെ സൈസ് വരുന്നത് 36 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം കാണണം. അപ്പോൾ 9 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 11 ഇഞ്ച്. ഈ 11 ഇഞ്ചിലാണ് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തത്. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് നോക്കാം. അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് ആണ് എടുക്കുന്നത്. എനിക്കിവിടെ വേണ്ടത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 14.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ നോക്കാം. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് എടുക്കുക, 6 ഇഞ്ച്. എന്നാൽ ഫ്രണ്ടിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ട്, 7.5. അപ്പോൾ 7.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. എന്നാൽ ആം ഹോളിൽ വ്യത്യാസമില്ല, 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ചെസ്റ്റ് സൈസാണ് നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു 11 ഇഞ്ച്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് ലെങ്ത്ത് നമുക്ക് കിട്ടി 14.5. ഇനി ആ ഭാഗത്തെ വണ്ണമാണ് നോക്കേണ്ടത്. ഞാനിവിടെ ചെസ്റ്റ് സൈസ് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 10 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കൊടുക്കുന്നത്. ശേഷം ഈ 2 പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ താഴെ നിന്നൊരു 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ സൈഡ് ഒന്ന് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ അകലം നോക്കാം. 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ കർവ് ഒന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് നീക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അകലം നമ്മൾ 3 ഇഞ്ച് കൊടുത്തു. ഇനി ലെങ്ത്ത് 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ടുള്ളൊരു യൂനെക്കാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സിബ് വെക്കാനായിട്ടുള്ള മെഷർമെൻറ്റുകൾ നോക്കാം. യോക്ക് പോർഷൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് നമുക്കൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ സൈസുകാർക്കും ഒരേ മെഷർമെൻ്റ് ആവില്ല, വ്യത്യാസം വരും. ഈ 4.5 കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ 2 ബ്രസ്റ്റിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് നോക്കേണ്ടത്. അതിവിടെ കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി 3.5 എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 4.5. അങ്ങനെയാണ് നമ്മൾ 4.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. ശേഷം ആ പോയിന്റിലൂടെ മേലെ നിന്ന് താഴ്ഭാഗം വരെ ഇതുപോലെ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ 3 പീസായിട്ടാണ് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെ മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമ്മൾ ഫുള്ളായിട്ട് സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മേലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ താഴ്ഭാഗം, അവിടെ നിന്ന് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് 6 തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ചെസ്റ്റ് സൈസാണ്. ചെസ്റ്റ് സൈസ് വരുന്നത് 9 ഇഞ്ചാണ്. കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം.
ഇനി മേലെ നിന്നും യോക്ക് ലെങ്ത്ത് കൊടുക്കാം, അതായത് വേസ്റ്റ് ലെങ്ത്ത് ആണ് 13.5 ഇഞ്ചാണ്. കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ചാണ്. കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഈ 2 പോയിൻറ്റുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. താഴെ നിന്നും ഒരു 1/2 ഇഞ്ച് മേലേക്ക് കൊടുത്തിട്ട് അവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്കിൻ്റെ അകലം വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ലെങ്ത്തും 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. നമ്മൾ ആം ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്ക് നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കർവാക്കി വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൈയുടെ വണ്ണം അറിയണം, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത്. നമ്മുടെ കൈവണ്ണം കിട്ടാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 1 സൈഡാണ് നമ്മൾ മെഷർ ചെയ്തത്, അപ്പോൾ 9 ഇഞ്ച്. 2 സൈഡും കൂട്ടുമ്പോൾ 18 ഇഞ്ച്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കം 18 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആ 18 ഇഞ്ചിൽ മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് 2 ആക്കി മടക്കി കൊടുത്തു. അതിനുശേഷം ഒന്നും കൂടി മടക്കി 4 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിനുള്ള മെഷർമെൻറ്റുകൾ നോക്കാം. മടക്ക് വശത്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ ആ ഭാഗം നമ്മൾ മേലേക്ക് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സൈഡ് ഞാനിവിടെ ഈ ഭാഗത്തേക്ക് തിരിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ ലെവലല്ല. പിന്നെ നമുക്ക് അവിടെ ഒരു 3.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അത് കട്ടിങ്ങിൽ പോകുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുത്തത്. കൈവണ്ണം നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. അതല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 3.5-ൽ നിന്ന് മേലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മിഡിൽ പോയിൻറ്റിൻ്റെ മേലേക്ക് ആം ഹോൾ കർവ് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മിഡിൽ പോയിൻറ്റിന് താഴേക്ക് ആം ഹോൾ കർവ് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻ സീം അലവൻസ് ആയിട്ട് എടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്തെ റൗണ്ട് നോക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 5 ഇഞ്ചാണ്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ ഫോൾഡിംഗ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2ൻ്റെയും സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ള യോക്ക് പോർഷനും ബാക്കിലേക്കുള്ള യോക്ക് പോർഷനും സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള സ്കേർട്ട് പോർഷനാണ്. ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഞാനിവിടെ 2 ആക്കി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 37 ഇഞ്ച്. അതായത് ഒരു സൈഡിൽ മേൽഭാഗത്തെ പീസ് 37 ഇഞ്ച്, അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള പീസ് 37 ഇഞ്ച്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ നൈറ്റി ബിറ്റിൻ്റെ വീതി വന്നിട്ടുള്ളത് 35 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 37 ഇഞ്ചാണ്. ഈ 37 ഇഞ്ച് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 35.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ യോക്ക് പോർഷൻ എടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 49 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ വീതി വരുന്നത് 35 ഇഞ്ചാണ്. ഈ വീതിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളുടെ യോക്ക് പോർഷനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി 49 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ 35 ഇഞ്ച്, അതിനെ നമുക്ക് തിരിച്ച് ലെങ്ത്ത് ആക്കി കൊടുക്കാം. എന്നിട്ട് 37 ഇഞ്ച് ആണല്ലോ ലെങ്ത്ത് വരുന്നത്, ആ ലെങ്ത്തിൻ്റെ ഭാഗം പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ മടക്ക് വശം ഉണ്ടല്ലോ, അതായത് മൊത്തം തുണിയെ 2 ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ള സ്കേർട്ട് പോർഷനും ബാക്കിലേക്കുള്ള യോക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്ന് നമുക്ക് നെക്കിന് വെക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം.